ഇന്ത്യക്ക് മേലുള്ള ട്രംപിൻ്റെ തീരുവ യുദ്ധത്തിനെതിരെ US-ൽ നിന്ന് തന്നെ ഇപ്പോൾ വിമത സ്വരങ്ങൾ ഉയരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട്. റഷ്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി കാരണം ഇന്ത്യക്ക് മേൽ ചുമത്തിയ താരിഫുകളെ US മുതിർന്ന നിയമസഭാംഗമായിട്ടുള്ള ഗ്രിഗറി മിക്സ് ശക്തമായി വിമർശിച്ചിരിക്കുകയാണ്. ഈ കടമയോടുള്ള US പ്രസിഡന്റിൻ്റെ നിരാശ വാഷിംഗ്ടണും ന്യൂഡൽഹിയും തമ്മിൽ ശക്തമായ പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിനുള്ള 2 പതിറ്റാണ്ടുകളുടെ ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുമെന്നാണ് ഡെമോക്രാറ്റിക് സെനറ്റർ ഗ്രിഗറി മിക്സ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പതിറ്റാണ്ടുകളായി ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു ബന്ധം ബിൽഡ് ചെയ്തുകൊണ്ട് വരികയായിരുന്നു. എന്നാൽ ട്രംപിൻ്റെ കാലത്തോടു കൂടി ആ ബന്ധം താറുമാറായി എന്നാണ് ഇപ്പോൾ ഗ്രിഗറി മിക്സ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്ക് ആഴത്തിലുള്ള തന്ത്രപരവും സാമ്പത്തികവും ജനങ്ങൾ തമ്മിലുള്ളതുമായുള്ള ബന്ധങ്ങളുണ്ട്. നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങൾക്ക് അനുസൃതമായി പരസ്പര ബഹുമാനത്തോടെ ആശങ്കകൾ പരിഹരിക്കണം. നിയമങ്ങൾ നിർമ്മിക്കുന്നതിന് ഉത്തരവാദിത്തമുള്ള ഒരു ഗ്രൂപ്പായ ഹൗസ് കമ്മിറ്റി ഓൺ ഫോറിൻ പോളിസി പ്രകാരം മിക്സ് ഇങ്ങനെയാണ് പറഞ്ഞത്. ഇന്ത്യക്ക് 50% തീരുവയാണ് ട്രംപ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. ട്രംപ് ഇന്ത്യക്ക് മേൽ ഒന്നിനു പുറകെ ഒന്നായി 2 തവണയാണ് 25% തീരുവ ചുമത്തിയത്. വ്യാപാര ചർച്ചകളും അദ്ദേഹം നിർത്തിവെച്ചു. ഓഗസ്റ്റ് 4-ന് 25% അധിക തീരുവ ഏർപ്പെടുത്തുകയും റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ വാങ്ങലുകൾക്ക് തീരുവ ചുമത്തുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ട്രംപിൻ്റെ നീക്കത്തെ അന്യായവും നീതീകരിക്കാനാകാത്തതുമെന്നാണ് ഇന്ത്യ വിശേഷിപ്പിച്ചത്. എന്തായിരുന്നാലും ട്രംപിന് മുന്നിൽ മുട്ടുകുത്താൻ ഇന്ത്യ തയ്യാറായിട്ടില്ല. ട്രംപിനെ നേരിടാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു. ഞാൻ ഈ സാഹചര്യത്തെ നേരിടാൻ തയ്യാറാണ്, ട്രംപ് അതിന് തയ്യാറുണ്ടോ എന്നുള്ളതാണ് മോദി കഴിഞ്ഞ ദിവസം ചോദിച്ചത്. എന്തായിരുന്നാലും ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കയിൽ നിന്ന് തന്നെ ട്രംപിൻ്റെ ഈ നടപടിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.